കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രാത്രി ഹരീഷും നികേഷും സുഭാഷൊക്കെ ഭയങ്കര ഉറക്കത്തിലായിരിക്കും. ആ സമയത്താണ് ഹരീഷിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. മെസ്സേജ് വരുന്ന ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഹരീഷ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് നീതുവിൻ്റെ മെസ്സേജ് ആയിരിക്കും. ഉറങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ ഹരീഷ് ഒന്ന് ആലോചിച്ചു, എന്തായിരിക്കും ഇവൾ ഈ സമയത്തൊരു മെസ്സേജ് എന്നൊക്കെ. പിന്നീട് ഹരീഷ് ഇല്ല എന്ന മെസ്സേജ് തിരിച്ചയച്ചു. അല്ല, എന്തെടുക്കുമായിരുന്നു എന്ന് നീതു ചോദിച്ചപ്പോൾ കിടക്കുമായിരുന്നു എന്ന് ഹരീഷ് മറുപടി നൽകി. ആണോ, എങ്കിൽ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് നീതു ചോദിച്ചപ്പോൾ ഹരീഷിന് ആകെ ടെൻഷനായി. വിളിക്കാനോ? ഏയ് വേണ്ട, അതൊന്നും ശരിയാവത്തില്ല എന്ന് അവൻ പറഞ്ഞു. അതെന്താ ഞാൻ വിളിച്ചായെന്ന് നീതു വിടാതെ ചോദിച്ചു. ഇവിടെ എല്ലാവരും ഉണ്ട് എന്ന് ഹരീഷ് പറഞ്ഞപ്പോൾ ഓ, എന്നെ വിളിച്ച് സംസാരിക്കാൻ അത്രക്കധികം മടിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നീതു മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. ഹരീഷിനാണെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്ത് ചെയ്യണമെന്ന് പോലും അവൻ അറിയില്ല. എങ്ങാനും ഇപ്പോൾ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഇവരെങ്ങാനും അറിഞ്ഞാലോ എന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു അവൻ്റെ മനസ്സിൽ. ഒടുവിൽ നീതു പറഞ്ഞു, ഓ, വിളിക്കുന്ന സമയത്ത് കോൾ എടുക്കാൻ പോലും പറ്റില്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ജാടയാണല്ലേ. എന്നെ പറഞ്ഞാൽ മതി, ഞാൻ ഹരീഷേട്ടൻ്റെ പിന്നാലെ വന്നിട്ടല്ലേ. ഇത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ശരി ശരി, ഞാൻ വിളിക്കാമെന്ന് പറയും. അങ്ങനെ ഹരീഷ് പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് നീതുവിനെ അങ്ങോട്ടേക്ക് കോൾ ചെയ്യാണ്. നീതു കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഹരീഷേട്ടൻ വിളിക്കുമെന്ന്. അതല്ല, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാ കിടന്നിറങ്ങുന്നത് എന്ന് ഹരീഷ് മറുപടി നൽകി. എന്ത് ഒരുമിച്ചോ എന്ന് നീതു ചോദിച്ചപ്പോൾ അതെ, ഞാനും നികേഷും സുഭാഷേട്ടനും എല്ലാവരും കൂടെ ഒരുമിച്ചാ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് സംസാരിക്കാതിരുന്നത് എന്ന് പറയും. ഇത് കേട്ടപ്പോൾ നീതു ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും നിങ്ങൾ ഒരുമിച്ചാണോ കിടന്നുറങ്ങാറുള്ളത്? അതിനെന്താ എന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് നീതു മറുപടി പറഞ്ഞു. പിന്നീട് ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ വിളിച്ചത് എന്ന്. ഏയ് വെറുതെ, എനിക്കുറക്കം വന്നില്ല, അതുകൊണ്ട് ഞാൻ ചുമ്മാ വിളിച്ചതാ എന്ന് നീതു മറുപടി നൽകി. അല്ല, ഹരീഷേട്ടൻ എന്നോടൊന്നും സംസാരിക്കാനില്ലേ എന്ന് നീതു ചോദിച്ചപ്പോൾ എന്ത് സംസാരിക്കാനെന്ന് ഹരീഷ് തിരിച്ചു ചോദിച്ചു. ഓ, അപ്പോൾ ഒന്നും സംസാരിക്കാനില്ല അല്ലേ? വേണ്ട, ഞാൻ ഏതായാലും ഫോൺ വെച്ചേക്കാമെന്ന് നീതു പറഞ്ഞിട്ട് പിണങ്ങാണ്. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ഏയ് വേണ്ട, നീ സംസാരിച്ചോളൂ. അല്ല, ഹരീഷേട്ടൻ എന്തെങ്കിലും സംസാരിക്ക്, ഞാനിപ്പോൾ എന്ത് സംസാരിക്കാനാ? പിന്നീട് നീതു ഓരോന്നായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും മാറ്റം ഹരീഷേട്ടനുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എത്ര പെട്ടെന്നാണ് മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ കുറേ സമയം അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. ഹരീഷ് പതുക്കെ മാറി വരുന്നുണ്ടായിരുന്നു. ആദ്യം നീതുവിനോട് സംസാരിക്കാൻ പോലും ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഹരീഷിന്. കുറേ സമയം സംസാരിച്ചതിന് ശേഷം ഒടുവിൽ ഹരീഷ് പറഞ്ഞു, എന്നാ ശരി, ഇനി നീതു പോയി കിടന്നോളൂ. നീതു ശരിയെന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കാനൊരുങ്ങി. ആ സമയത്തിന് നികേഷ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഹരീഷിനെ അടുത്തൊന്നും കാണുന്നില്ല. ഹരീഷേട്ടൻ ഇത് എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ ചുറ്റും നോക്കി. അതുകൊണ്ട് കാണാത്തത് കൊണ്ട് തന്നെ പതുക്കെ പുറത്തേക്ക് കയറി വന്നപ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത്. അവിടെ നിന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ആസ്വദിച്ച് സംസാരിക്കുന്ന ഹരീഷിനെ കാണാണ് നികേഷ്. ഹരീഷ് നീതുവിനോട് സംസാരിച്ച് കോൾ കട്ട് ചെയ്തതും നികേഷ് അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു, ആരായിരുന്നു ഫോണിലെന്ന്. ആര് എന്ന് ഹരീഷ് ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്ന സമയത്തിന് പിന്നെ കുറച്ച് സമയമായാലോ തുടങ്ങിയിട്ടെന്ന് നികേഷ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതല്ല, നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് അന്വേഷിക്കുന്നത് എന്നൊക്കെ ഹരീഷ് ചോദിക്കുന്നുണ്ട്. അതെന്താ, ഞാൻ ഉറക്കമുണർന്നപ്പോൾ ഹരീഷേട്ടനെ കണ്ടില്ല, അപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ച് വന്നതേ ഉള്ളൂ, അതിലെന്താ ഇത്ര വലിയ തെറ്റ്? എന്നാൽ പിന്നെ ഞാൻ സുഭാഷേട്ടനെ വിളിക്കാം, സുഭാഷേട്ടനെ വിളിച്ചിട്ട് ഒന്ന് പറയാം ഹരീഷേട്ടൻ പാതിരാത്രിയിൽ ഇവിടെ ഏതോ ഒരു പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അയ്യോ ചതിക്കലേടാ എന്ന് ഹരീഷ് പേടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ പിന്നെ സത്യം പറ, ഏതാ പെണ്ണ്? പിന്നെ പെണ്ണൊന്നുമല്ല. പെണ്ണല്ലാതെ പിന്നെ ആരാ ഈ പാതിരാത്രിയിൽ ആണുങ്ങളായിട്ട് ഹരീഷേട്ടനോട് ചാറ്റ് ചെയ്യുന്നത്? ഒടുവിൽ ഹരീഷിന് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ല. അപ്പോഴേക്കും നികേഷ് പറയുന്നത്, എനിക്ക് മനസ്സിലായി, ആളാ നീതുവല്ലേ? നീതുവോ? പിന്നെ എൻ്റെ അടുത്ത് ഇനി ഒളിച്ചു വെക്കൊന്നും വേണ്ട. അങ്ങനെ ഹരീഷേട്ടനും ചാറ്റ് തുടങ്ങിയല്ലേ, ലൈനായി. ഇതിൻ്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. നീതുവിനെ ഇത്ര പെട്ടെന്ന് വളച്ചെടുത്തു അല്ലേ? ഹരീഷേട്ടൻ ഒരിടത്തും വളയാത്ത ഒടിയാത്ത ഒരാളായിരുന്നില്ലേ? ഹരീഷ് അന്നേരം ഒന്നും മിണ്ടിയില്ല. പകരം അവൻ്റെ മുഖത്തേക്കൊരു ചമ്മലുണ്ടായിരുന്നു. ഓ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹരീഷേട്ടൻ്റെ മുഖത്ത് വല്ലാത്ത നാണം. ഷോ, എനിക്ക് വയ്യ എന്നൊക്കെ നികേഷ് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സുധീഷിന് ഒട്ടും തന്നെ ഉറക്കം വരുന്നില്ല. അവൻ തിരിഞ്ഞു മറിഞ്ഞിങ്ങനെ കിടക്കുന്ന സമയത്താണ് നിധി ഇതുവരെ വന്നിട്ടില്ല. അവൾ വീട്ടുകാരുമായിട്ട് കത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇനി എപ്പോഴാണാവ് വരുന്നത്? കുറേ സമയം കഴിഞ്ഞപ്പോൾ നിധി അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ സുധീഷ് പെട്ടെന്ന് തന്നെ ബെഡിലേക്ക് അങ്ങ് കിടന്നു. അവൾ വരുമ്പോൾ ഉറങ്ങിയതായിട്ട് അഭിനയിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നിധി അകത്തേക്ക് കയറി വന്നപ്പോൾ സുധീഷിനെ നോക്കി. സുധീഷ് ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? വിളിച്ചാലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ അവൾ ഒരു നിമിഷം ഒന്ന് നിന്നു.
വേണ്ട, ഇനി ചിലപ്പോൾ വിളിച്ചാൽ ഉറക്കമങ്ങ് നഷ്ടപ്പെട്ടാലോ, പാവം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാട്ടർ ബോട്ടിൽ ഒച്ചയുണ്ടാക്കാതെ തന്നെ ടേബിളിലേക്ക് വെച്ചു. നിലത്ത് ബെഡിലാണ് സുധീഷ് കിടക്കുന്നത്. ശബ്ദം കേട്ട് ഉറക്കം പോവണ്ട എന്ന് കരുതിയിട്ട് അവൾ വളരെ പതുക്കെയാണ് ബെഡിലേക്ക് കയറിയത്. സുധീഷിന് കാര്യം മനസ്സിലായി. താൻ ഉറങ്ങുകയാണെന്ന് കരുതിയിട്ട് ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. നിധി പതുക്കെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. സുധീഷ് ഒന്നും അറിയാത്ത മട്ടിൽ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് പോലെയൊക്കെ കാണിച്ചു. ആ സമയത്തിന് നിധി ചോദിക്കുന്നുണ്ട്, സുധീഷ് ഉറങ്ങിയില്ലായിരുന്നോ എന്ന്. ആ, എന്താ ചോദിച്ചത്? ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ ഉറങ്ങിയിരുന്നു നിധി. നിധി എപ്പോഴാ വന്നത്? സുധീഷ് ചോദിച്ചു. ഞാനിപ്പോൾ വന്നതേയുള്ളൂ. ആണോ? ഞാൻ കിടന്നുറങ്ങിപ്പോയി. കുറേ സമയം നോക്കിയിരുന്നു. കാണാതെ വന്നപ്പോൾ ഞാൻ അങ്ങ് അറിയാതെ ഉറങ്ങിയതാണ്. അയ്യോ, സോറി കേട്ടോ സുധീഷേ. അച്ഛനും അമ്മയും ഓരോന്ന് സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയതൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. അതിന് സുധീഷിന് ഉറങ്ങാമായിരുന്നില്ലേ? ഞാൻ വന്നിട്ട് ഉറങ്ങണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. എന്നാലും നിധി വരാതെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. സാരമില്ല എന്നൊക്കെ നിധി പറയുന്നുണ്ട്. അങ്ങനെ ആ രാത്രി അങ്ങ് കഴിഞ്ഞുപോയി. ഈ ദിവസം രാവിലെ നിധിയാണ് വീട്ടുകാർക്കെല്ലാവർക്കും ചായ ഇട്ടത്. രാജീവനും ഹേമക്കും സാന്ദ്രയ്ക്കൊക്കെ ആ ഒരു ചായ കൊടുത്തു. രാജീവൻ അത് കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാമല്ലോ മോളെ, സൂപ്പറായിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല സ്പെഷ്യലായിട്ടൊരു ചായ. അതേ അച്ഛാ എന്ന് നിധിയും പറഞ്ഞു. ഹേമക്കും അത് ഇഷ്ടപ്പെട്ടു. രാജീവൻ പറയുന്നുണ്ട്, കണ്ടില്ലേ നമ്മളുടെ മോളുടെ ഒരു കൈപുണ്യം. ഇങ്ങനെ വേണം. എടി, നീ എങ്ങനെ ഈ ചായ ഉണ്ടാക്കിയത് എന്ന് ഇവളോട് ചോദിച്ചൊന്ന് മനസ്സിലാക്ക്. കണ്ടോ, ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചായക്ക് കുറ്റമായി എന്ന് ഹേമ പരിഭവത്തോടെ പറഞ്ഞു. പിന്നല്ലാതെ, നീ ഇത്രയും നന്നായിട്ട് ചായ വെച്ച് തരുമോ? അതെ, ഞാൻ ചായ വെച്ച് തരാം. പക്ഷേ ഒരു തവണ കുടിച്ചാൽ പിന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് എന്നോട് ചായ ചോദിച്ചുകൊണ്ടിരിക്കില്ലേ? എനിക്കതിന് മാത്രമേ പണി കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ടേസ്റ്റിലൊന്നും ഉണ്ടാക്കി തരാത്തത്. ആ സമയത്തിന് നിധി പറഞ്ഞു, എനിക്കാദ്യം ചായ ഒന്നും വെക്കാൻ അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാണ് ഇതെല്ലാം പഠിച്ചെടുത്തത്. ഒരു 30 തവണയെങ്കിലും റിഹേഴ്സൽ നടത്തിയിട്ടുണ്ടാവും. ഓരോ തവണയും ഫ്ലോപ്പാവും. എങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. അവരൊക്കെ അത് കുടിക്കുകയും ചെയ്തു. സൂപ്പറാണെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാക്കി പഠിച്ചതാണ് ഞാനേ എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ഹേമ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ പാചകമെല്ലാം നീ തന്നെയാണ് ചെയ്യുന്നത് മോളെ എന്ന്. പാചകമോ? അതൊന്നും ഞാനല്ല. എല്ലാം ചെയ്യുന്നത് സുഭാഷേട്ടനാണ്. ഞാൻ ചെന്നാലും സുഭാഷേട്ടൻ എന്നെ ഒന്നിനും സമ്മതിക്കാറില്ല. ചായ വെക്കാൻ പോലും എന്നെ സമ്മതിക്കില്ല. ഞാൻ നിർബന്ധം പിടിച്ചാണ് ചായ വെക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞാൽ സുഭാഷേട്ടൻ പറയും, മോൾ അവിടെ പോയി ഇരുന്നോളൂ എന്ന്. ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ പറയും. എന്നെ അടുക്കളയിൽ കയറ്റത്തു പോലുമില്ല. ഇതെല്ലാം കേട്ടപ്പോൾ രാജീവനും ഹേമയും ഇങ്ങനെ പരസ്പരം നോക്കി. ഹേമ പറയുന്നുണ്ട്, മോൾ അവിടെ നിൽക്ക്, കുറച്ച് നാൾ കൊണ്ട് എല്ലാം പഠിച്ചെടുക്കാലോ എന്ന് പറയും. നിധി സാന്ദ്രയോട് ചോദിച്ചു, സാന്ദ്ര എന്താ ഒന്നും പറയാത്തത്? ചായ ഇഷ്ടപ്പെട്ടില്ലേ? ഏയ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല രുചിയുള്ള ചായയാണ്. എല്ലാവരും അഭിപ്രായം പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനൊന്നും പറയാതിരുന്നതാ എന്ന് പറയും. അപ്പോഴാണ് അരുൺ മുടന്തിക്കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അരുണേട്ടാ, എന്ത് പറ്റിയെന്ന് ചോദിച്ച് സാന്ദ്ര ഓടിച്ചെന്ന് അവനെ പിടിച്ചു. കാലിൽ ചെറിയൊരു പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് അരുൺ അവിടെ ഇരിക്കാണ്. ഹേമയും രാജീവനൊക്കെ പരിഭ്രമത്തോട് ചോദിച്ചു, എന്താടാ പറ്റിയത്? ടെക്സ്റ്റൈൽ ഷോപ്പിൽ ലോഡ് ഇറക്കായിരുന്നു. ആ സമയത്തന്നെ ഒരു കെട്ട് വന്ന് കാലിൽ വീണതാണ്. അയ്യോ, എന്നിട്ട് എന്തായി? ഏയ്, ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഒരു ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് രാജീവൻ ചോദിച്ചു. വേണ്ടച്ചാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറഞ്ഞില്ലെങ്കിൽ നാളെ പോവാം. അപ്പോഴാണ് ഇവരുടെ സംസാരം കേട്ടുകൊണ്ടതിൻ്റെ സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. കാര്യം തിരക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു, സുധീഷ് നിധിയോട് പറയുന്നുണ്ട്, ചിലപ്പോൾ വലിയ പ്രശ്നമൊന്നും കാണില്ല. പൊട്ടലോ മറ്റോ ഉണ്ടെങ്കിൽ തന്നെ നീര് വെക്കുമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല. അത് ശരിയാണല്ലോ. എന്നാ അരുണേട്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് കാണിക്കുന്നതല്ലേ നല്ലത് എന്ന് നിധി ചോദിച്ചു. അരുൺ അതിന് സമ്മതിച്ചില്ല. ഹേമ പറയുന്നത്, ഇവൻ എങ്ങനെയാണ്? ഒരു ഗൗരവമില്ല. എന്താടാ, സ്വന്തം കാലാണെന്ന കാര്യം ഓർമ്മ വേണം. വേദന കൂടുമ്പോൾ പോകാം അമ്മയെന്ന് അരുൺ പറഞ്ഞു. രാജീവൻ ചോദിക്കുന്നുണ്ട്, അയ്യോ അതെങ്ങനെയാ? ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ വന്നോളൂ. ഇനി നിനക്ക് എങ്ങനെ പോകാൻ പറ്റും? എന്താ അച്ഛാ? എടാ, ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പണമൊക്കെ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ഉണ്ട്. അയ്യോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി എന്ന് പറയാൻ അരുൺ. അന്നേരം സാന്ദ്ര ചോദിച്ചു, എവിടെ അച്ഛാ? ഒരു 10 കിലോമീറ്റർ പോകണം. ഇന്ന് തന്നെ പണവും സാധനങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ഹേമ ചോദിച്ചു. മാനേജറെ വിളിച്ചാലോ? ഏയ്, മാനേജറെ വിളിക്കാനൊന്നും പറ്റില്ല. എന്നാൽ പിന്നെ തനിച്ചു പോവാം. 10 കിലോമീറ്റർ ഉണ്ട്. അച്ഛൻ തനിച്ചു പോകുന്നത് ശരിയാവില്ല എന്ന് സാന്ദ്ര പറയാണ്. അപ്പോഴാണ് അരുൺ ചോദിക്കുന്നത്, അല്ല സുധീഷ് ഡ്രൈവറല്ലേ? സുധീഷ് പോകുമോ എന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ സുധീഷ് അങ്ങ് ഞെട്ടിപ്പോയി. തനിക്കുള്ള പണിയാണെന്ന് അവന് മനസ്സിലായിരുന്നു. അല്ല, അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. ആ സമയത്തിന് രാജീവൻ പറയുന്നുണ്ട്, മോൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഇന്ന് അത്യാവശ്യമുള്ള കാര്യമാണ്. മോനിവിടെ നിൽക്ക്, ഞാൻ സാധനം എടുക്കാം. അങ്ങനെ രാജീവൻ അകത്തേക്ക് പോയിട്ട് ഒരു ബാഗുമായി വന്നു. അതിൽ നിന്ന് പണവും സ്വർണമൊക്കെ വേറൊരു ബാഗിലേക്ക് മാറ്റുന്നത് കണ്ടപ്പോൾ തന്നെ സുധീഷിൻ്റെ കണ്ണങ്ങ് തള്ളിപ്പോയി. രാജീവൻ പറയുന്നുണ്ട്, ഇതാണ് സാധനം. ഇത് സാധാരണ ആൾക്കാരെ ഏൽപ്പിക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഇത്ര ദൂരം വരാനും വയ്യ. അതുകൊണ്ടാണ് ഞാനിതെല്ലാം മോനെ ഏൽപ്പിക്കുന്നത്.
മോനെ വിശ്വസിക്കാമല്ലോ അല്ലേ? സുധീഷ് ഈ അപകടമെല്ലാം തന്നെ മണത്തറിഞ്ഞു. തന്നെയും നിധിയും തമ്മിൽ അകറ്റാനുള്ള എന്തെങ്കിലും തന്ത്രമാണോ ഇത് എന്ന് പോലും അവൻ സംശയിച്ചു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എറിയുന്നത് പോലെ തന്നെ സുധീഷിന്റെ മനസ്സിൽ പല ചിന്തകളും വന്നു. അങ്ങനെ രാജീവനും അരുണും പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ സുധീഷിനെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കാൻ നോക്കുകയാണ്. രാജീവൻ ആ ബാഗ് സുധീഷിന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അയാളുടെ കണ്ണിൽ ഒരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. സ്വർണവും പണവും അടങ്ങിയ ആ ഒരു ബാഗ് വാങ്ങിക്കുമ്പോൾ സുധീഷിന്റെ ഉള്ളൊന്ന് കാളി. നിധിക്ക് ഇതൊന്നും തന്നെ രസിച്ചില്ല എങ്കിലും അച്ഛൻ്റെ വാക്കിന് മറുപടി പറയാനൊന്നും അവൾക്കായില്ല. സുധീഷ് വണ്ടിയെടുത്ത് പുറപ്പെടുമ്പോൾ ഹേമയും രാജീവനും ബാൽക്കണിയിൽ നിന്ന് പരസ്പരം നോക്കിയിട്ട് ഗൂഢമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു. 10 കിലോമീറ്റർ എന്നത് സുധീഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദൂരമൊന്നുമല്ലെങ്കിലും ആ യാത്രയിൽ ഓരോ നിമിഷവും അവൻ ജാഗ്രതയിലായിരുന്നു. വഴിമധ്യേ ആളൊഴിഞ്ഞ ഒരു കവലയിലെത്തിയപ്പോൾ പെട്ടെന്നിനെ ഒരു കറുത്ത കാർ സുധീഷിന്റെ വണ്ടിക്ക് കുറുകെ വന്നു നിന്നു. ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടി സുധീഷ് വണ്ടി വെട്ടിച്ചു നിർത്തിയതും കാറിൽ നിന്നും മുഖം മറച്ച 2 പേർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. സുധീഷിനെ വിരട്ടിയിട്ട് ആ ബാഗ് തട്ടിയെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അവർ കരുതിയതുപോലെ തന്നെ ഒരു ഡ്രൈവറായിരുന്നില്ല സുധീഷ്. വർഷങ്ങളായി കഷ്ടപ്പെട്ട് വളർന്നവന്റെ കരുത്ത് അവൻ പുറത്തെടുത്തു. ബാഗ് കൈക്കലാക്കാൻ ശ്രമിച്ചവനെ ഇടിച്ചു താഴെയിട്ടുവെങ്കിലും രണ്ടാമൻ സുധീഷിന്റെ തലക്ക് പിന്നിൽ എന്തോ കൊണ്ട് അടിച്ചു. ആ കാഴ്ച മങ്ങുന്നതിലും ബാഗ് വിട്ടുകൊടുക്കാനാവാതെ സുധീഷ് വണ്ടിക്കുള്ളിലേക്ക് ആഞ്ഞു വീണു. അതേസമയം വീട്ടിൽ രാജീവൻ തന്റെ അടുത്ത പ്ലാൻ ഒരുക്കുകയായിരുന്നു. സുധീഷ് പണമായി മുങ്ങിയെന്ന് വരുത്തി തീർക്കാനുള്ള അയാളുടെ പദ്ധതി. നേരം ഇത്രയായിട്ടും അവൻ ഇവിടെ എത്തിയില്ലല്ലോ മോളെ, ഞാൻ വിചാരിച്ചതുപോലെ എങ്ങാനും സംഭവിച്ചോ എന്ന് രാജീവൻ നിധിയോട് പരിതപിക്കുന്നത് പോലെ പറഞ്ഞു. നിധിയുടെ മനസ്സ് വിങ്ങി. സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവൾക്കുറപ്പായിരുന്നു. എങ്കിലും സമയം വൈകുന്നോറും അവളുടെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു. പോലീസിൽ വിവരമറിയിക്കാമെന്ന് രാജീവൻ പറഞ്ഞപ്പോൾ നിധി ആകെ തകർന്നു പോയി. പക്ഷേ രാജീവൻ ഫോൺ എടുക്കുന്നതിന് മുൻപേ തന്നെ മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. എല്ലാവരും ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് രക്തം ഒലിച്ചുകൊണ്ട് നിൽക്കുന്ന സുധീഷിനെയാണ്. അവൻ്റെ ഒരു കയ്യിൽ ആ ബാഗ് മുറുകെ പിടിച്ചിരുന്നു. അച്ഛാ, വഴിയിൽ വെച്ച് ആരോ എന്നെ ആക്രമിച്ചു. പണം ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞു കൊടുത്തിന് ആ ബാഗ് രാജീവിൻ്റെ കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ സുധീഷ് അങ്ങ് തളർന്നു വീണു. ആ കാഴ്ച കണ്ട് നിധി നിലവിളിച്ചുകൊണ്ട് തന്നെ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും മൂല്യത്തേക്കാൾ വലുതാണ് താൻ വെറുത്തിരുന്ന ആ മനുഷ്യൻ്റെ സത്യസന്ധത എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രാജീവിൻ്റെ തല കുനിഞ്ഞു. സ്വന്തം മകളെ ഒരു കൊള്ളക്കാരൻ്റെ കയ്യിലേക്കാണ് ഏൽപ്പിച്ചതെന്ന് കുറ്റപ്പെടുത്തിയ ഹേമക്കും അന്നൊന്നും തന്നെ മിണ്ടാനായില്ല. ആ രാത്രി സുധീഷ് തോറ്റത് അവരുടെ കുതന്ത്രങ്ങളോടല്ല, മറിച്ച് തൻ്റെ സ്നേഹവും വിശ്വാസവും തെളിയിച്ചുകൊണ്ട് നിധിയുടെ മനസ്സിലെ രാജാവായി തന്നെ അവൻ മാറുകയായിരുന്നു. അങ്ങനെ രാജീവനും അരുണും ചേർന്നുകൊണ്ട് തന്നെ സുധീഷിനിട്ട് നല്ലൊരു മുട്ടം പണി കൊടുക്കുന്നതോടുകൂടി തന്നെ അത് പിന്നീട് സുധീഷിൻ്റെയും നിധിയുടെയും ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാണ് ആവുന്നത്. ആ ഒരൊറ്റ സംഭവത്തോടു കൂടി തന്നെ നിധിയുടെ മനസ്സിൽ സുധീഷിന് വല്ലാത്തൊരു സ്ഥാനം ലഭിക്കുകയാണ്. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.